അപ്പം ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? നമ്മുടെ MT വാസുദേവൻ നായരുടെ നിർമ്മാല്യം എന്ന സിനിമ സംവിധാനം ചെയ്ത് അതിലൂടെ PJ ആന്റണിക്കാണ് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടനായിട്ട് വരുന്നത്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. ഇന്ത്യൻ നവോത്ഥാന സംഘടനകളിൽ നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നവോത്ഥാന സംഘടനകളിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ബ്രഹ്മസമാജം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതാണ് ബ്രഹ്മസമാജം. 1828 അപ്പോൾ ബ്രഹ്മസമാജം ഏത് വർഷം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏത് വർഷമാണ്? 1828 രാജാറാം മോഹൻ റോയ് അല്ലേ? രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അദ്ദേഹം 2 സംഘടനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംഘടനയുടെ പേര് ആത്മീയ സഭ എന്നതാണ്. അപ്പം ബ്രഹ്മസമാജവും ആത്മീയ സഭയും ആരുടെ? രാജാറാം മോഹൻ റോയ്. ഏത് വർഷമാണ്? 1828 ബ്രഹ്മസമാജമാണെങ്കിൽ 1815 രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട 2 പത്രങ്ങളാണ് സംവാദ് കൗമുദി, വംഗദൂത്, മിറാത്ത് ഉൾ അക്ബർ അല്ലേ? അദ്ദേഹത്തിൻ്റെ മാസികയുടെ പേരാ സംവാദ് കൗമുദി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാസികയാണ് സംവാദ് കൗമുദി. ബംഗാളി ഭാഷയിലാണ്. മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിൽ. ഇങ്ങനെ ഭാഷകളും ചോദിക്കുന്നുണ്ട്. രാജാറാം മോഹൻ റോയുടെ മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലെ രചനയാണെന്ന് ചോദിച്ചാൽ പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോൾ സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, വംഗദൂത് ഇതൊക്കെ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെ. അപ്പം ബ്രഹ്മസമാജം ഏത് വർഷം? 1828 ബ്രഹ്മസമാജം. നമ്മുടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഘടന ഏതാ? ആത്മീയ സഭ. അപ്പോൾ തുഫത്തുൽ മുവാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഫേമസ് സംഘടനയും ഫേമസ് കൃതി തുഫത്തുൽ മുവാഹുദ്ദീൻ, മുജാഹുദ്ദീൻ അല്ല, തുഫത്തുൽ മുജാഹുദ്ദീൻ ഷേഖ് സൈനുദ്ദീൻ്റെ. തുഫത്തുൽ മുവാഹുദ്ദീൻ ആരുടെയായിരുന്നു? നമ്മുടെ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതും. കാലഘട്ടമല്ല, അദ്ദേഹത്തിൻ്റെ പ്രചരണമായിട്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അദ്ദേഹം 1833 മരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നത് 1835 കേട്ടോ, 5. പിന്നെ നമ്മുടെ സതി നിർത്തലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. 28 ബ്രഹ്മസമാജമാണെങ്കിൽ തൊട്ടടുത്ത വർഷം സതി നിർത്തലാക്കി. ഏത് വർഷമാണ്? 1829 രാജാറാം മോഹൻ റോയുടെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ 2 സംഘടനകൾ പഠിച്ചു. മൂന്നാമത്തെ ആത്മീയ സഭ 1875 നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിക്ക് 2 പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ. ആത്മീയ സഭയും പഠിച്ചു വെക്കണം, ശുദ്ധി പ്രസ്ഥാനവും പഠിച്ചു വെക്കണം. ആത്മീയ സഭയും ശുദ്ധി പ്രസ്ഥാനവും ആരുടെയാ? സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് വർഷമാണ്? 1875 അല്ലേ? ഇദ്ദേഹത്തിൻ്റെ 2-3 വാചകങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക, സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ, അതുപോലെ ഇന്ത്യക്കാർക്ക്. വേദങ്ങളിലേക്ക് മടങ്ങുക, സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യമൊക്കെ ആരുടെ? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 1875 പ്രസ്ഥാനം ഏതാണ്? നമ്മുടെ ആര്യ സമാജം. ഇദ്ദേഹത്തിൻ്റെ കൃതി അറിയാമോ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതി സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. അപ്പോൾ നമ്മൾ അത് പഠിച്ചേ. അടുത്തത് നോക്കേ, ശുദ്ധി പ്രസ്ഥാനവും നമ്മൾ പഠിച്ചു. സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം മൂൽ ശങ്കര എന്നതായിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല നാമം എന്തായിരുന്നത്? മൂൽ ശങ്കര കേട്ടോ. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ, അതുപോലെ ഇന്ത്യയുടെ കെൽവിൻ അല്ല കാൽവിൻ എന്ന് പറയത്തില്ലേ, കാൽവിൻ എന്നൊക്കെ പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. സരസ്വതി. അപ്പോൾ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. രാമകൃഷ്ണ മിഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാ അല്ലേ? നമ്മളെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസ്ഥാനം. വർഷം തെറ്റരുത്, 1897. സ്വാമി വിവേകാനന്ദൻ 1897 ഏതാണ്? രാമകൃഷ്ണ മിഷൻ. ഇദ്ദേഹത്തിൻ്റെ ചിക്കാഗോ സർവമത സമ്മേളനം ഓർമ്മയുണ്ടായിരുന്നല്ലോ നിങ്ങൾക്കല്ലേ? 1893 ഇദ്ദേഹത്തിൻ്റെ ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത്. 1893. അതിൽ പങ്കെടുത്ത മലയാളി ചിത്രകാരൻ ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മയാണ് കേട്ടോ. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ചിത്രകാരനാരായിരുന്നു? രാജാ രവിവർമ്മ. 1893 ചിക്കാഗോ സർവമത സമ്മേളനം. 1897 അദ്ദേഹത്തിൻ്റെ സംഘടന രാമകൃഷ്ണ മിഷൻ. പിന്നെ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംഘടനയാണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ച വർഷം എന്നാണ് 1875 കേട്ടോ. അലിഗഡ് പ്രസ്ഥാനം 1875. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അലിഗഡ് പ്രസ്ഥാന സ്ഥാപകൻ സർ സയ്യദ്
സയ്യിദ് അഹമ്മദ് ഖാനാണ്. 75-ലാണ് മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രധാന ഇദ്ദേഹമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നൊക്കെ പറഞ്ഞൊരു കോളേജ് കൊണ്ടുവരികയും പിന്നീട് ഇത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ ആക്കി മാറ്റുന്നത് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാ? അലിഗഡ് പ്രസ്ഥാനം. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ബ്രഹ്മസമാജവും ആര്യസമാജവും രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജവും ആത്മീയ സഭയും രാജാറാം മോഹൻ റോയ്, ആര്യസമാജവും ശുദ്ധി പ്രസ്ഥാനവും സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ ആരുടെയായിരുന്നു? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദന്റെ ആയിരുന്നു. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആയിരുന്നു അലിഗഡ് പ്രസ്ഥാനം. അടുത്ത സാർവജനിക് സഭ. സാർവജനിക് സഭ പൂന സാർവജനിക് സഭ എന്ന് തന്നെയാണ് കറക്റ്റ് പറയേണ്ടത് കേട്ടോ. പൂന സാർവജനിക് സഭ 1870 MG റാനഡെയാണ്. മഹാദേവ ഗോവിന്ദ റാനഡെ 70-ലാണ്. അടുത്ത പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1867 ആത്മാറാം പാണ്ഡുരംഗാണ് അല്ലേ. അപ്പം സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെ 1870, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1866 ആത്മാറാം പാണ്ഡുരംഗ്. പ്രയർ സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നതും പ്രാർത്ഥനാ സമാജത്തെയാണ് കേട്ടോ. നമുക്ക് ഇതുവരെ പറഞ്ഞ സംഘടന ഒന്നും കൂടെ പറയട്ടെ. ബ്രഹ്മസമാജവും ആത്മീയ സഭയും രാജാറാം മോഹൻ റോയ്, ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനവും സ്വാമി ദയാനന്ദ സരസ്വതി 1875, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875, രാമകൃഷ്ണ മിഷൻ 1897 സ്വാമി വിവേകാനന്ദൻ, അതുപോലെ പൂന സാർവജനിക് സഭ 1870 MG റാനഡെ, 1867 പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഇനിയുണ്ട് 2 ഇമ്പോർട്ടൻ്റ് നോക്കെ. സത്യശോധക സമാജ് ജ്യോതിറാവു ഫുലെ അല്ലെങ്കിൽ ജ്യോതി ബഫൂലെ എന്നും പറയാം കേട്ടോ. ജ്യോതിറാവു ഫുലെ 1800, സത്യശോധക സമാജ് 1873 കേട്ടോ. സത്യശോധക സമാജ് ഏത് വർഷമാണ്? 1873. അടുത്ത സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ 1905. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി 1875 മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പോൾ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905. തിയോസഫിക്കൽ സൊസൈറ്റി 1875 മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ട്. പിന്നീട് ഇന്ത്യയിൽ ഇതിൻ്റെ പ്രവർത്തകയാകുന്നതാണ് നമ്മുടെ ആനി ബസന്റ്. പിന്നീട് ഇതിൻ്റെ പ്രവർത്തകയാകുന്നതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. അതുകൊണ്ട് ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക എന്നൊക്കെ ചോദിച്ചാൽ ആനി ബസന്റിൻ്റെ എഴുതി വെച്ചാൽ മതി. അടുത്ത ഓക്കെ, സേവാ സദൻ. ഇത് LDCക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. LDCക്കൊക്കെ ചോദിക്കുന്നതാണ്. 1875 BM മലബാറി എന്ന് പറയുന്ന ആളാണ്. അതുപോലെ സേവാ സമിതി 1904 HN കുസ്റു. സേവാ സദൻ 1885 BM മലബാറി, സേവാ സമിതി 1904 HN കുസ്റു ആണ്. അഭിനവ ഭാരത് വരുന്നത് 1904 VD സവർക്കറാണ്. അഭിനവ ഭാരത് വരുന്ന സുഖമില്ലാത്തത് കൊണ്ടാണ്, ഇടയ്ക്കൊക്കെ ചുമയാണ് പ്രധാനമായിട്ടും. ഇതെങ്കിലും സംസാരിച്ചാണ്, എന്നാലും കുഴപ്പമില്ല, എൻ്റെ അസുഖങ്ങൾ നിങ്ങളെ അറിയിക്കരുതെന്നല്ലേ. അഭിനവ ഭാരത് വന്നതെന്നാണ് 1904 VD സവർക്കർ. VD സവർക്കർ, അഭിനവ മിത്രമേള, ഇതൊക്കെ VD സവർക്കർ ഇല്ലേ. 1857 വിപ്ലവത്തെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചതാരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് VD സവർക്കർ. അഭിനവ ഭാരത്, മിത്രമേള എന്നീ സംഘടനകൾ ആരുടെയായിരുന്നത്? VD സവർക്കറുടെ ആയിരുന്നു അല്ലേ. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ഒന്ന് പഠിച്ചു വെച്ചേരെ. 1906 ആനി ബസന്റും ബാലഗംഗാധര തിലകം. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ പൂനെയിലുമാണ് ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് 2 പേർ ചേർന്ന്. അടയാറിൽ ആനി ബസന്റും പൂനെയിൽ ആരാണ്? ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ബാലഗംഗാധര തിലകൻ പൂനെയിൽ കൊണ്ടുവന്നു. അടുത്ത കണ്ട ശാരദാ സദൻ. ശാരദാ സദനും ആര്യ മഹിളാ സഭയും പണ്ഡിത രമാഫായി എന്ന് പറയുന്ന ആളാണ്. ശാരദാ സദൻ എന്ന് പറഞ്ഞാൽ വിധവകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. വിധവകളുടെ വിദ്യാഭ്യാസം, സ്ത്രീ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട 2 പ്രോഗ്രാമുകൾ, 2 സംഘടനകൾ കൊണ്ടുവന്നത് നമ്മുടെ പണ്ഡിത രമാഫായി ആണ്. ശാരദാ സദൻ, ആര്യ മഹിളാ സഭ. ഹിതകാരിണി സമാജം, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. വീരേശലിംഗം പന്തലു കേട്ടോ. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. തത്വബോധിനി സഭ, നമ്മുടെ ദേവേന്ദ്രനാഥ
ടാഗോറിൻ്റെയാണ് തത്വബോധിനി സഭ. ദേവേന്ദ്രനാഥ ടാഗോർ. സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, EV രാമസ്വാമി നായിക്കർ അല്ലേ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരുടെയെന്ന് ചോദിച്ചാൽ EV രാമസ്വാമി നായിക്കരെയാണ്. ഓക്കെ, അതായത് പെരിയോർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായിക്കരയല്ലേ. അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാം കൂടെ ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒന്നും കൂടെ സംഘടനകൾ നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സംഘടന നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു വന്നത് ആദ്യ സംഘടനകൾ തൊട്ട് നോക്കാം. ബ്രഹ്മസമാജവും ആത്മീയ സഭയും ആരുടെയാ? രാജാറാം മോഹൻ റോയ്. ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനം ആരുടെയാ? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി വിവേകാനന്ദൻ്റെ ഏതാ? രാമകൃഷ്ണ മിഷൻ 1897 അല്ലേ. അഭിനവ ഭാരത് ആരുടെയാ? VD സവർക്കർ. അഭിനവ ഭാരത് VD സവർക്കർ. ശാരദാ സദനും ആര്യ മഹിളാ സഭയും പണ്ഡിത രമാഭായിയുടെയാണ്. ശാരദാ സദനും ആര്യ മഹിളാ സഭയും പണ്ഡിത രമാഭായി. സേവാ സദൻ BM മലബാറി. സേവാ സമിതി HN കുസ്രു. സേവാ സദൻ BM മലബാറി. സേവാ സമിതി ആരെയാ? HN കുസ്രുവിൻ്റെ ആയിരുന്നു അല്ലേ. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടെയാ? തിയോസഫിക്കൽ സൊസൈറ്റി ആരുടെയെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണോ? ഇന്ത്യയിലെ പ്രവർത്തക ആനി ബസന്റ് ആണ്. പക്ഷേ മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ട് ചേർന്നാണ് 1875 തിയോസഫിക്കൽ സൊസൈറ്റി. പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെ. സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. അതുപോലെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരുടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പ്രാർത്ഥനാ സമാജം ആരുടെയായിരുന്നു? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ആണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായിക്കർ. അപ്പോൾ തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. സ്വാഭിമാന പ്രസ്ഥാനം ആരുടെ? സ്വാഭിമാന പ്രസ്ഥാനം നമ്മൾ EV രാമസ്വാമി നായിക്കർ. വൈക്കം ഹീറോ പെരിയാർ. തത്വബോധിനി സഭ എന്ന് പറയുമ്പോഴേ ഇല്ല, ജനഗണമന സമയത്ത് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അത് തത്വബോധിനി പത്രിക എന്ന് പറയുന്ന മാസികയിലായിരുന്നു കേട്ടോ. ഇതും ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ തന്നെയാണ്. അത് തത്വബോധിനി പത്രിക, ഇത് തത്വബോധിനി സഭ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞു തന്നു. ഇനി കൊച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഇനി മലയാള സിനിമയിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യം പറയട്ടെ. ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ. ഇത് നിശബ്ദ സിനിമയായിരുന്നു, ശരിയാണല്ലോ. സംവിധായകൻ JC ഡാനിയൽ. അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? ആദ്യം ഇറക്കിയുണ്ട് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാ? JC ഡാനിയലെയാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയ വർഷം 1928 വിഗതകുമാരനാണ്. അടുത്ത ഓക്കെ, മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയും നിശബ്ദമായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഏതാണ്? മാർത്താണ്ഡവർമ്മയായിരുന്നു. P റാവു ആണ് സംവിധായകൻ. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ആരെന്ന് ചോദിച്ചാൽ P റാവുവിൻ്റെ ആയിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത്. അടുത്ത ഓക്കെ, അപ്പോൾ രണ്ടും നിശബ്ദ സിനിമയാണ്. ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ സിനിമയാക്കി. നിരോധിക്കപ്പെട്ട ആദ്യ മലയാള സിനിമയും മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. നിരോധിക്കപ്പെട്ട ആദ്യ മലയാള സിനിമ, ആദ്യത്തെ ചരിത്ര നോവലിനെ ആസ്പദമാക്കി ഒരു സിനിമ ഇറക്കുന്നതും ഒക്കെ മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ബാലനാണ്. അപ്പോൾ ആദ്യ സിനിമ എന്ന് ചോദിച്ചാൽ വിഗതകുമാരനും, ആദ്യ ശബ്ദ സിനിമ ചോദിച്ചാൽ ബാലനാണ്. സംവിധായകൻ S നൊട്ടോണിയാണ്. ബാലന്റെ സംവിധായകൻ ആരാ? S നൊട്ടോണിയാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള സിനിമ നീലക്കുയിലാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള സിനിമ ഏതാണ്? നീലക്കുയിൽ 1954. സംവിധാനം P ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ആദ്യമായിട്ട് സിനിമകൾക്ക് അവാർഡ് കൊടുത്തു തുടങ്ങുന്ന 54. അങ്ങനെ മികച്ച രണ്ടാമത്തെ ചിത്രമാണല്ലോ വെള്ളി മെഡൽ ആവണ്ടേ. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കൊടുത്തു തുടങ്ങിയ വർഷം തന്നെ രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. അതാണ് മികച്ച രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടുന്നത് നീലക്കുയിൽ 54 P ഭാസ്കരനും രാമു കാര്യാട്ടുമാണ്. അടുത്ത നോക്കേ, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാള സിനിമ ഏതാണ്? ആദ്യ മലയാള സിനിമ ചെമ്മീനാണ്. 1965. സംവിധായകൻ രാമു കാര്യാട്ടാണ്. 1965. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളി ആരാണ്? ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമല്ലേ ഫാൽക്കെ അവാർഡ്. എന്നാ ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയ 1969 ദേവിക റാണി റൂറിച്ച് എന്ന് പറയുന്ന ഒരു വനിതയ്ക്കാണ് ആദ്യമായിട്ട് കിട്ടുന്നത് അല്ലേ. 1969. 2004 ഒരു മലയാളിക്ക് ഏറ്റവും ഉയർന്ന അവാർഡ് കിട്ടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. JC ഡാനിയൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏതാ? മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്. ഇന്ത്യൻ സിനിമയിലാണ് ഫാൽക്കെ അവാർഡ്. മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് JC ഡാനിയൽ പുരസ്കാരം T വാസുദേവനാണ് ആദ്യമായിട്ട് കിട്ടുന്നത് 92. ആദ്യത്തെ വനിതാ
ഇത് ആറന്മുള പൊന്നമ്മയാണ്. JC ഡാനിയൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. അപ്പോൾ JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? TE വാസുദേവൻ. 92-ലായിരുന്നു. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് 69 കൊടുത്തു തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്ന സിനിമ കുമാരസംഭവം. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് 69 കൊടുത്തു തുടങ്ങുന്നുള്ളൂ. അന്ന് കുമാരസംഭവത്തിനാണ് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത്. സത്യനാണ് മികച്ച നടൻ, ഷീലയാണ് മികച്ച നടിയൊക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള സിനിമ പിറവിയാണ് കേട്ടോ. രാജൻ വധക്കേസുമായി ബന്ധപ്പെട്ട പിറവിയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ്. ഷാജി N കരുണാണ് സംവിധായകൻ. പിറവിയിലെ അഭിനയത്തിനൊക്കെ പ്രേംജി അഥവാ MB ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിക്ക് ദേശീയ അവാർഡ് കിട്ടി. പിറവിയിലെ നായകനായ പ്രേംജി. നമുക്ക് മികച്ച നടന്മാർ സിനിമ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പഠിച്ചോളാം. പിറവിയിലെ അഭിനയത്തിന് പ്രേംജി അഥവാ MB ഭട്ടതിരിപ്പാട്. നിങ്ങളെ സ്കൂൾ ടെസ്റ്റിൽ ഒരെണ്ണം ഉണ്ട്, ഋതുമതി എന്ന് പറയുന്ന ഒരു നാടകം രചിച്ചതാരെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ, അത് MB ഭട്ടതിരിപ്പാടാണ്. പിറവി എന്ന സിനിമയായിരുന്നു. അടുത്തൊക്കെ ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ PJ ആന്റണിയാണ്. നിർമ്മാല്യം എന്ന സിനിമയ്ക്കാണ്. അപ്പം ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? നമ്മുടെ MT വാസുദേവൻ നായരുടെ നിർമ്മാല്യം എന്ന സിനിമ സംവിധാനം ചെയ്ത് അതിലൂടെ PJ ആന്റണിക്കാണ് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടനായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് നേടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ, 5 തവണ. മലയാളി, പക്ഷെ മലയാളി നടൻ മമ്മൂട്ടിയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ തവണ ഇങ്ങനെ ചോദ്യമുള്ളൂ കണ്ടോ. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് നേടിയ മലയാളി എന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ 5 തവണയാണ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയ ആദ്യ മലയാള സിനിമ അടൂരിന്റെ തന്നെ എലിപ്പത്തായമാണ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായമാണ്. അടുത്തൊക്കെ കേരളത്തിൽ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഏത്? ഉദയ, ആലപ്പുഴ ജില്ലയിൽ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ കൊണ്ടുവന്നത് അല്ലേ, ബോബൻ കുഞ്ചാക്കോ കൊണ്ടുവന്ന ഉദയ സ്റ്റുഡിയോ ആണ് ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ. 42-ൽ ഉദയ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ വെള്ളി നക്ഷത്രമാണ് കേട്ടോ. വെള്ളി നക്ഷത്രം LGS പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത കേരളത്തിൽ ആദ്യ ഫിലിം സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ചിത്രലേഖയാണ് പറയേണ്ടത്. 64-ൽ തിരുവനന്തപുരത്ത് ചിത്രലേഖ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 75ഓടുകൂടിയാണ് വരുന്നത്. വഴുതക്കാട് അതിന്റെ ആസ്ഥാനം. മലയാളത്തിൽ ആദ്യ കളർ ചിത്രം ഏത്? അതും വേണമെങ്കിൽ അങ്ങ് പഠിച്ചു വെച്ചേരെ. കണ്ടം വെച്ച കോട്ട്, TR സുന്ദരമാണ് സംവിധാനം ചെയ്തത്. മലയാളത്തിൽ ആദ്യ നിയോ റിയലിസ്റ്റിക് സിനിമ, ഇത് പലതവണ ആവർത്തിച്ചതാണ്, ന്യൂസ് പേപ്പർ ബോയ്. അപ്പോൾ മലയാളത്തിൽ ആദ്യ കളർ ചിത്രം ചോദിച്ചാൽ കണ്ടം വെച്ച കോട്ട്. മലയാളത്തിൽ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ് ആണ്. 55-ൽ വന്ന ന്യൂസ് പേപ്പർ ബോയ് ആണ് നിയോ റിയലിസ്റ്റിക്. മലയാളത്തിൽ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പോ. മലയാളത്തിൽ ആദ്യ 70mm ചിത്രം പടയോട്ടമാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പോ. മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം പടയോട്ടം. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവല്ലയാണ്. തിരുവല്ലം കേട്ടോ, തിരുവനന്തപുരത്ത് തന്നെ ഉള്ള തിരുവല്ലമാണ് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തുടങ്ങുന്ന കണ്ടോ, ഇങ്ങനെ ഒരു അക്കാദമി തുടങ്ങുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളത്തിലെ 95 കാലഘട്ടത്തിൽ ആദ്യം. ദേശീയ പുരസ്കാരം നേടുന്ന ആദ്യം മലയാളി നടി ശാരദയാണ്. തുലാഭാരം എന്ന സിനിമയിലൂടെയാണ് ആദ്യം. നടൻ PJ ആന്റണി പഠിച്ചു. നടി ചോദിച്ചാൽ 68-ൽ തുലാഭാരം എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കയറി വരുന്നുണ്ട്. അതെത്രയാണ്? അപ്പം മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ. ആദ്യ ശബ്ദ സിനിമ ഏതാണ്? 2 നിശബ്ദയുണ്ട്, അതൊക്കെ വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും. ശബ്ദ സിനിമ ഏതാണ്? ബാലനാണ്. ശബ്ദ സിനിമ ഏതെന്ന് ചോദിച്ചാൽ. കളർ ചിത്രം ഏതാണ്? കളർ ചിത്രം കണ്ടം വെച്ച കോട്ടാണ് കളർ ചിത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 70mm ചിത്രം പടയോട്ടം. സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പുവാണ്. 3D ചിത്രം ഓർമ്മയുണ്ടോ? അത് എഴുതാൻ വിട്ടുപോയി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ അല്ലേ. മലയാളത്തിലെ ആദ്യ 3D ചിത്രം, ഇന്ത്യയിൽ തന്നെ ആദ്യ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ആദ്യ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉദയയാണ്. ആദ്യ ഫിലിം സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. അടുത്ത മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ് എന്തൊക്കെയാണെന്ന് നോക്കേ. ആകെ അസ്ഥികൾ 206. ജനിക്കുന്ന സമയത്ത് അസ്ഥികൾ ഒരു കുട്ടിക്ക് ജനിക്കുന്ന സമയത്താകുമ്പോൾ 300, പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ 206 ആയിട്ട് ചുരുങ്ങുന്നു. പേശികൾ എത്ര? 649. ക്രോമസോമുകൾ എത്ര? 46. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര? 46 ആണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം. എത്ര? നാഡികൾ എത്ര? 43 ജോഡിയാണ് മനുഷ്യ ശരീരത്തിലെ നാഡികൾ. 12 ജോഡി ശിരോനാഡിയും 31 ജോഡി സുഷുമ്നാ നാഡിയുമാണ്. അപ്പോൾ ആകെ അസ്ഥികൾ 206, ജനിക്കുന്ന സമയത്ത് 300, ആകെ പേശികൾ 639, ക്രോമസോമുകൾ 46, നാഡികൾ 43 ജോഡിയാണ് നാഡി
നാഡികൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കേ, അത് ജോഡിയാണ്, അത് ഓർക്കണേ. സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസുമാണ്. ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 98.6 അപ്പം ശരീരത്തിന്റെ താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. തലച്ചോറിന്റെ ഭാരം 1400, കരളാണ് കൂടുതൽ 1500. കരളിന്റെ ഭാരം 1500. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാലും കരളല്ലേ നമ്മൾ പറയുന്നത്. തലച്ചോറ് 1400. ഒരു വൃക്കയിൽ ഒരെണ്ണം 150 ഗ്രാം വെച്ചാണ്. ഒരു വൃക്കയുടെ ഭാരം 150. ഹൃദയത്തിന് മാക്സിമം 250-300 ഗ്രാം വരെയാണ് ഹൃദയം. സുഷുമ്നയുടെ നീളം 45. അപ്പം തലച്ചോറ് 1400, കരള് 1500, വൃക്ക 150, ഹൃദയമാകുമ്പം 250-300. സുഷുമ്നയുടെ നീളം എത്ര സെന്റിമീറ്റർ പോകണം? 45 സെന്റിമീറ്റർ പോകണം. പിന്നെ നോക്കേ, ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. വൻകുടലിന്റെ നീളം 1.5 മീറ്ററാണ്. ഒരു ചെറുകുടലിന്റെ നീളം 5.6 മീറ്ററും വൻകുടല് 1.5 മീറ്ററുമാണ്. അപ്പോൾ ചെറുകുടലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 തവണയാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. ശ്വസന നിരക്ക് ഉണ്ടോ? 1 മിനിറ്റിൽ 16-20 വരെ ശ്വസന നിരക്ക് പോകാം. ഗ്ലൂക്കോസിൻ്റെത് 70-110 ആണ്. രക്തസമ്മർദ്ദം 120-80 ആണ് രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. കൊളസ്ട്രോൾ അപ് ടു 200 വരെ പോവാം. ഗർഭകാലഘട്ടം, ഒരു മനുഷ്യൻ്റെ ഗർഭകാലഘട്ടം 270-280 ആണ്. സ്ഥിരദന്തങ്ങൾ 32, പാൽദന്തങ്ങളാണെങ്കിൽ പാൽപ്പല്ലുകളാണെങ്കിൽ 20 എണ്ണമേ പറയാം. ചോദിച്ചിട്ടുണ്ടത് പാൽപ്പല്ലുകളുടെ എണ്ണം. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന ഒരു രക്തത്തിൻ്റെ അളവ്, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ 300 മില്ലി ലിറ്ററാണ്. ഇത്രയാണ് ഒരു ബേസ്. ഇത് ഓരോന്നിനെ കുറിച്ചാകുമ്പോൾ ഡീറ്റെയിൽ ഞാനൊരു കൊച്ചധ്യായത്തിൽ ചിലവർക്ക് വിട്ടുപോകുമല്ലോ എന്ന് വെച്ച് ഇതെല്ലാം ഈ കൊളസ്ട്രോളും ശ്വസന നിരക്കും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. രക്തസമ്മർദ്ദം, ഗ്ലൂക്കോസ്, ശ്വസന നിരക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ടൊന്നും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചേക്കണേ, പഠിച്ച് സെറ്റാക്കണേ. അടുത്ത നോക്കേ, ശരീര പഠന ശാഖകൾ. ഒരുവിധം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി അഥവാ ഹേമറ്റോളജി. അപ്പൊ രക്തം ഏതാണ്? ഹേമറ്റോളജി. അടുത്തത് നോക്കേ, ഹൃദയം കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. നെഫോളജി അല്ല, നെഫോളജി എന്ന് പറഞ്ഞാൽ മേഘങ്ങളായി പോകും. നെഫ്രോളജിയാണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം. വൃക്കയെക്കുറിച്ചുള്ള, ഹൃദയമാകുമ്പം കാർഡിയോളജി, വൃക്കയാകുമ്പം നെഫ്രോളജിയാണ് പറയേണ്ടത്. കരള് ഹെപ്പറ്റോളജി കേട്ടോ. ഹെർപ്പറ്റോളജി ഇട്ട് കളയില്ലേ. ഹെർപ്പറ്റോളജി നമുക്ക് ഒരെണ്ണം ഉണ്ട്. അതേതാണെന്നറിയാമോ? ഉരകങ്ങളാണ്. ഇത് ഹെപ്പറ്റോളജി. അപ്പോൾ കരളിനെ കുറിച്ചുള്ളത് ഹെപ്പറ്റോളജി, അസ്ഥികളെ കുറിച്ചുള്ളത് ഓസ്റ്റിയോളജി, പേശികളെ കുറിച്ചുള്ളത് മയോളജി, ത്വക്കിനെ കുറിച്ചുള്ളത് ഡെർമറ്റോളജിയാണ്. അപ്പോൾ രക്തം ഹേമറ്റോളജി, ഹൃദയം കാർഡിയോളജി, വൃക്ക നെഫ്രോളജി, കരള് ഹെപ്പറ്റോളജി, അസ്ഥികൾ ഓസ്റ്റിയോളജി, പേശികൾ മയോളജി, ത്വക്ക് ഡെർമറ്റോളജിയാണ്. ത്വക്കിനെ ഇനിയുണ്ട് പ്രധാനപ്പെട്ടത് ഉണ്ട്. തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി അഥവാ ക്രാനിയോളജി. തലയോട്. തലച്ചോറാകുമ്പോൾ ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. അപ്പോൾ തലയോട് ക്രാനിയോളജി ആണെങ്കിൽ തലച്ചോട് ഫ്രിനോളജിയാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജിയാണ്. ചെവി ഓട്ടോളജിയാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനം ഏതാ? ഓട്ടോളജി. മൂക്ക് റൈനോളജി, പല്ല് ഒഡന്റോളജി, കണ്ണ്, ചെവി, മൂക്ക്, പല്ല്. കണ്ണേതാ? ഓഫ്താൽമോളജി, ചെവി ഓട്ടോളജി, മൂക്ക് റൈനോളജി, പല്ല് ഒഡന്റോളജി അല്ലേ. തലമുടി ഡ്രൈക്കോളജി. രക്തക്കുഴലുകളാണെങ്കിൽ ആൻജിയോളജി. ഭ്രൂണമാകുമ്പം എംബ്രിയോളജി. ശ്വാസകോശമാണെങ്കിൽ പരമോണജി അല്ലെങ്കിൽ പൾമനോളജി എന്നും പറയാം കേട്ടോ. പൾമോണോളജി എന്ന് പറയാം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കാം. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലാണ്. രക്തം ഹീമറ്റോളജി, ഹൃദയം കാർഡിയോളജി, വൃക്ക നെഫ്രോളജി, കരള് ഹെപ്പറ്റോളജി, അസ്ഥികൾ ഓസ്റ്റിയോളജി, പേശികൾ മയോളജി, ത്വക്കാമ്പം ഡെർമറ്റോളജി, തലയോട് ക്രേനിയോളജി, തലച്ചോറ് ഫ്രിനോളജി, കണ്ണ് ഓഫ്താൽമോളജി, ചെവി ഓട്ടോളജി, മൂക്ക് റൈനോളജി, പല്ല് ഒഡന്റോളജി, തലമുടി ഡ്രൈക്കോളജി, രക്തക്കുഴൽ ആൻജിയോളജി, ഭ്രൂണം എംബ്രിയോളജി, ശ്വാസകോശം പൾമനോളജി എന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ഒരു പോർഷനും കൂടെ നമുക്ക് നോക്കാം. വയലാർ അവാർഡ് നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1977 ഒക്ടോബർ 27 അദ്ദേഹത്തിന്റെ വയലാറിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. 77 കൊടുത്തു തുടങ്ങിയത്. പുരസ്കാര തുക 1 ലക്ഷം രൂപയായിരുന്നു വയലാർ അവാർഡ്. ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്ക്. അപ്പോൾ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1977.
ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്കാണ് വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത്. 2022 വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷിന്റെ മീശയ്ക്കാണ്. 2022 വയലാർ അവാർഡ് എസ് ഹരീഷിന്റെ മീശ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നതാണ്. ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു അല്ലേ. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നതാണ് വയലാർ അവാർഡ് എന്ന്. അപ്പം കഴിഞ്ഞ 2 വർഷത്തെ ഓർത്തു വെച്ചിരിക്കുക. അതാണ് 22 വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷിന്റെ മീശയാണ്. 23 ഇപ്പോഴത്തത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം. ബാക്കി ഇതാ ഇമ്പോർട്ടൻ്റ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കെ, ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിയ കൃതി ഉപ്പ് അല്ലേ. ഉപ്പാണ്. അക്ഷരം, അഗ്നിശലഭം, ഉപ്പ്, മയിൽപ്പീലി, ഇതൊക്കെ ONVയുടെ കൃതി. അതിൽ വയലാർ അവാർഡ് ONVക്ക് കിട്ടിയത് ഉപ്പിനാണ് വയലാർ അവാർഡ് കേട്ടോ. ഉപ്പ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും വയലാർ അവാർഡും ഒക്കെ ഉപ്പിനാണ് കിട്ടിയത്. ONV കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് അക്ഷരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് അഗ്നിശലഭങ്ങൾക്കുമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അക്ഷരത്തിനും കേരള സർക്കാർ ബഹുമതി കിട്ടുന്നത് അഗ്നിശലഭങ്ങൾ. വയലാർ അവാർഡ് ഉപ്പിനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുണ്ടോ? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ONVയുടെ ആത്മകഥയുടെ പേരാണ് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. MT വാസുദേവൻ നായർക്ക് രണ്ടാം മൂഴം എന്ന് പറയുന്ന നോവലിനാണ് വയലാർ അവാർഡ്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT എഴുതിയതല്ലേ രണ്ടാം മൂഴം. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയതാണ് രണ്ടാം മൂഴം അല്ലേ. നാലുകെട്ട്, വാരണാസി, കാലം, ഇതൊക്കെ MTയുടെ പ്രശസ്ത കൃതികളാണ്. മഞ്ഞ്, ഇതൊക്കെ. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് അമ്പലമണിക്കാണ് കേട്ടോ. അമ്പലമണി. അപ്പോൾ ONVക്ക് ഉപ്പാണെങ്കിൽ MT വാസുദേവൻ നായർക്ക് രണ്ടാം മൂഴം, സുഗതകുമാരിക്ക് അമ്പലമണിയാണ്. OV വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഗുരുസാഗരം. ഖസാക്കിന്റെ ഇതിഹാസം പറഞ്ഞു കളയരുത്. OV വിജയന് വയലാർ അവാർഡ് കിട്ടിയത് 1991 ഗുരുസാഗരത്തിനായിരുന്നു. അതുപോലെ തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ഏതാണ്? 1980 കയറിനാണ് കേട്ടോ. തകഴി ശിവശങ്കരപിള്ള എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കയറ്, ചെമ്മീൻ, ഏണിപ്പടി ഇതൊക്കെ അല്ലേ. അതിൽ കയറിന് തന്നെയാണ് കിട്ടിയത്. അപ്പം ONVക്ക് ഉപ്പ്, MT വാസുദേവൻ നായർക്ക് രണ്ടാം മൂഴം, സുഗതകുമാരിക്ക് അമ്പലമണി, OV വിജയന് ഗുരുസാഗരം, തകഴി ശിവശങ്കരപിള്ളയ്ക്ക് കയറാണ്. അടുത്തൊക്കെ M മുകുന്ദൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇപ്പം അടുത്ത കാലത്ത് ചോദിച്ചതാ. കേശവന്റെ വിലാപങ്ങൾ. M മുകുന്ദന് വയലാർ അവാർഡ് കിട്ടിയത് കേശവന്റെ വിലാപങ്ങൾ. 2003 കേശവന്റെ വിലാപങ്ങൾ. EMS കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുണ്ട്. M മുകുന്ദൻ എഴുതിയ നോവൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കേശവന്റെ വിലാപങ്ങൾ. EMS കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. അടുത്ത വൈലോപ്പള്ളിയുടേത് മകരക്കൊയ്ത്താണ് കേട്ടോ. മകരക്കൊയ്ത്ത്, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിട, കൈപ്പവല്ലരി, സഖ്യന്റെ മകൻ, ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതി എന്ന് ചോദിച്ചാൽ വൈലോപ്പള്ളി. അതിൽ വൈലോപ്പള്ളിക്ക് വയലാർ അവാർഡ് മകരക്കൊയ്ത്തിനാണ്. മാധവിക്കുട്ടിക്ക് നീർമാതളം പൂത്തകാലം. അവരുടെ ഒരു ആത്മകഥാപരമായ ബുക്ക് തന്നെയാണ് ഇത്. എൻ്റെ കഥ, നീർമാതളം പൂത്തകാലം, ഇതൊക്കെ മാധവിക്കുട്ടിയുടെ ആത്മകഥാപരമായ ബുക്ക് തന്നെയാണ്. സാറാ ജോസഫിന് അലാഹയുടെ പെൺമക്കൾ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. സാറാ ജോസഫ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട കൃതി തന്നെയാണ് അലാഹയുടെ പെൺമക്കൾ, വയലാർ അവാർഡ്. C രാധാകൃഷ്ണന് മുൻപേ പറക്കുന്ന പക്ഷികൾ. മുൻപേ പറക്കുന്ന, മഴയിൽ പറക്കുന്ന പക്ഷികളല്ല. മഴയിൽ പറക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞ KR മീരയുടെ ആത്മകഥയുടെ പേര്. മുമ്പേ പറക്കുന്ന പക്ഷികളാണ് C രാധാകൃഷ്ണൻ. C രാധാകൃഷ്ണന് വേറൊരു ചോദ്യം ഓർമ്മയുണ്ടോ? തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്നത് C രാധാകൃഷ്ണൻ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരുന്നു കൃതി? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അത് C രാധാകൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയതാണ്. MK സാനു ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. MK സാനു ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് പറയുന്നതാണ് MK സാനുവിൻ്റെ പ്രശസ്ത കൃതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വയലാർ അവാർഡ് കിട്ടിയ ആനന്ദിൻ്റെത് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെയാണ്. NN കക്കാടിൻ്റെത് സഫലമീ യാത്രയാണ്. സഫലമീ യാത്ര ഓർമ്മയുണ്ടോ അല്ലേ? ക്ലാസ്മേറ്റ്സ് എന്ന ഒരു സിനിമയിൽ കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ആരെന്നും ഓരോ തളിരിനും പൂവിനും കായ് വരും, പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നും പറഞ്ഞൊരു പ്രശസ്ത വരി ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലുണ്ട്. ആർദ്രമീ ധനുമാസ രാവുകളിലെന്നോ നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. വേണുഗോപാൽ നല്ല രീതിയിൽ പാടിയ, ഇതൊക്കെ ഞാൻ പൊതുവേ രാത്രികളിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ഒരു ഗാനമാണ്. സഫലമീ യാത്ര NN കക്കാടിൻ്റെയാണ് വയലാർ അവാർഡ്. കോവിലന് വയലാർ അവാർഡ് തട്ടകം. മലയാറ്റൂരിന് വയലാർ അവാർഡ് യന്ത്രം അല്ലേ. യന്ത്രമാണ് മലയാറ്റൂരിന് വയലാർ. മലയാറ്റൂരിൻ്റെ 2-3 കൃതികൾ ഓർമ്മയുണ്ട്. യന്ത്രം, യക്ഷി, നെട്ടൂർമടം, വേരുകൾ, ഇതൊക്കെ മലയാറ്റൂരിൻ്റെ പ്രശസ്ത കൃതിയാണ്. T പത്മനാഭന് പുഴ കടന്ന് മരങ്ങൾക്കിടയിലൂടെ. അതുപോലെ തിക്കൊടിയന് അരങ്ങു കാണാത്ത നടൻ. തിക്കൊടിയന്
തിക്കൊടിയന് വയലാർ അവാർഡ് കിട്ടിയത് അരങ്ങ് കാണാത്ത നടൻ. തിക്കൊടിയന്റെ ആത്മകഥയുടെ പേരും അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്നത് തന്നെയാണ് ആത്മകഥയുടെ പേര്. PK ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ, ഇനി ഞാൻ ഉറങ്ങട്ടെയാണ് PK ബാലകൃഷ്ണൻ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എഴുതിയ നോവൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയത് രണ്ടാം ഊഴം, കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ആരാണ്? PK ബാലകൃഷ്ണനാണ്. KR മീരയുടെ പ്രശസ്ത കൃതി ആരാച്ചാർ. ചേതന എന്ന നായിക ഏത് കൃതിയിലേന്ന് ചോദിച്ചിട്ടില്ലേ? ചേതന ആരാച്ചാറിലെ. ബെന്യാമന് കിട്ടിയത് മാൻതളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ്. ബെന്യാമന് 2021 കിട്ടിയതാണ്. 21. അപ്പോൾ 21, 22, 23 ഇപ്പം പഠിച്ചു അല്ലേ? 21 നമ്മൾ പഠിച്ചു, 22, 23 നേരത്തെ നമ്മൾ പഠിച്ചില്ലായിരുന്നു. ആദ്യം അവസാനം പഠിച്ചത് ആരായിരുന്നു? ദാണ്ട കിടക്കുന്ന 22 S ഹരീഷിന്റെ മീശയ്ക്കും 23 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലമാണ് വയലാർ അവാർഡ് കിട്ടിയത്. ഒത്തിരി നല്ല ചോദ്യങ്ങൾ കിട്ടി. വയലാർ അവാർഡ് ഇത് അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കണം. ഏതാ ഒരു പ്രധാനപ്പെട്ട കൃതികളെന്ന് ചോദിക്കട്ടെ, ആരുടെയാന്ന് പറയാൻ നോക്ക്. ഗുരുസാഗരം ആരുടെയാ? ഗുരുസാഗരം OV വിജയൻ. അലാഹയുടെ പെൺമക്കൾ ആരുടെയാ? സാറാ ജോസഫ്. അലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഗുരുസാഗരം. ഉപ്പ് ആരുടെയാ? ONV കുറുപ്പിന്റെ ഉപ്പ്. രണ്ടാം ഊഴം MT വാസുദേവൻ നായരുടെയാണ് രണ്ടാം ഊഴം. കയർ ആരുടെയാ? തകഴി. കയർ ആരുടെയെന്ന് ചോദിച്ചാൽ തകഴി. സഫലമീ യാത്ര ആരുടെയാ? NN കക്കാട്. NN കക്കാടാണ് സഫലമീ യാത്ര. മുമ്പേ പറക്കുന്ന പക്ഷികൾ ആരുടെയാ? C രാധാകൃഷ്ണന്റെയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടിയുടെയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ PK ബാലകൃഷ്ണൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ ആരുടെയെന്ന് ചോദിച്ചാൽ PK ബാലകൃഷ്ണന്റെയാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ പരീക്ഷയ്ക്ക് തട്ടകം കോവിലന്റെയാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെയാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ ആയിരുന്നു. അതുപോലെ ഒത്തിരി പ്രധാനപ്പെട്ട ഒരുവിധം നല്ല ചോദ്യങ്ങളാണ് ഇന്ന് ആ ചെറിയ അധ്യായങ്ങളിൽ പറഞ്ഞു വന്നത്. അതും കൂടെ ഒന്ന് റിവിഷൻ നടത്തണം. ഇപ്പം നമ്മൾ എത്ര പോർഷനായി? ഇപ്പം നമ്മൾ എത്രാമത്തെ പോർഷനാണ് കഴിഞ്ഞത്? 12 ടോപ്പിക്ക് 13ാമത്തെ ടോപ്പിക്കിലേക്കാണ് കഴിഞ്ഞത്. 65 ടോപ്പിക്കായി. 65 ഒന്ന് പഴയ പോലെ റിവിഷൻ നടത്തണേ. ഓരോ സെക്ഷനുകൾ ഓരോന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യങ്ങളല്ല. ഇനി ലോക്പാൽ, ലോകായുക്ത, വിവരാവകാശം, മനുഷ്യാവകാശം ഇതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം കൂടെ പഠിച്ച് ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്തി പെർഫെക്റ്റ് ആക്കി വെക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും സപ്പോർട്ടും ഉണ്ടായിരിക്കും. പഠിച്ച് വാശിയോടുകൂടി മുന്നോട്ട് പോവുക. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ എന്നും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.